മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുസ്ലിം ലീഗ് റിമോട്ട് കൺട്രോളറായി ഉപയോഗിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി കാഞ്ഞങ്ങാട് ആരോപിച്ചു. ഇത് തീക്കൊള്ളികൊണ്ടുള്ള തലചൊറിയുന്നതിന് സമമാണെന്നും അവർ പറഞ്ഞു. KSKTU കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK ശ്രീമതി. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി കൂടുതലുള്ള ജില്ല എന്നുള്ള നിലയിൽ കാസർഗോഡ് ജില്ലക്കകത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെയാണ്. ഇവിടെ തീക്കൊള്ളി കൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തലചൊറിയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ സാധാരണ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട പാർട്ടിയല്ല, ഭരിക്കുന്ന പാർട്ടിയാണ്. ഭരിക്കുന്നവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, ഭരിക്കുന്നവർക്ക് നാടിനോട് ഉത്തരവാദിത്വമുണ്ട്. നാടിനോടുള്ള ഉത്തരവാദിത്വവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും പൂർണ്ണമായും മറന്ന് മതാടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതിനും തീവ്രമായിട്ട് പ്രതികരിക്കുന്നതിനും പഠിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക്, ഒരു വർഗീയ സ്വഭാവം കൈമുതലാക്കിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഇന്ന് കേരളം ഭരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും റിമോട്ട് കൺട്രോളർ പോലെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒറ്റ വാക്കുകൊണ്ടേ വിശേഷിപ്പിക്കാൻ പറ്റൂ, ഇവര് തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. അടിയന്തരമായത് അവസാനിപ്പിക്കണം. മതചിന്തയും മതതീവ്രവാദവും വർഗീയതയും വംശീയ വിദ്വേഷവും ഒക്കെ കൂടി ഈ സംസ്ഥാനത്തൊരു കലാപം സൃഷ്ടിക്കാനാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ തമ്മിൽ ഈ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുന്നുണ്ട്. UDF സർക്കാർ എൻഡോസൾഫാൻ കമ്പനി ലോബികളുടെ കയ്യിലാണെന്നും PK ശ്രീമതി ആരോപിച്ചു. എൻഡോസൾഫാൻ കമ്പനിയുടെ പ്രതിനിധിക്കൊപ്പം ചർച്ച ചെയ്യാൻ നമ്മുടെ ആരോഗ്യ വിദഗ്ധരെ ക്ഷണിക്കുന്നത് തന്നെ നാണക്കേടാണ്. VM സുധീരനെ പോലുള്ള നേതാക്കൾ ഇക്കാര്യം തുറന്നു പറഞ്ഞുകഴിഞ്ഞു. കാസർകോട്ടെ പ്രശ്നങ്ങൾ ശരിക്കു മനസ്സിലാക്കിയവരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കുറ്റമറ്റ റിപ്പോർട്ടുണ്ടാക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അർത്ഥമെന്താണെന്നും PK ശ്രീമതി ടീച്ചർ ചോദിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അങ്ങേയറ്റം ദുഃഖാർത്തരായ അവരുടെ ജീവിത പ്രയാസം ഏറ്റവും അധികം മനസ്സിലാക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ജനതയുടെ മുഖത്ത് നോക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത്. ഏതിന്റെ ഭാഗമായിട്ടായിരുന്നു? ആരോഗ്യ വകുപ്പ് സെക്രട്ടറി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന് കഴിഞ്ഞ മാർച്ച് മാസം സുപ്രീം കോടതിയിൽ കേസ് വാദവുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് മാർച്ച് മാസം ഹെൽത്ത് സെക്രട്ടറി ഒരു കത്തെഴുതി. ആ കത്തിൽ എന്തായിരുന്നു എഴുതിയെന്നറിയാമോ? ഇന്നേ വരെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വാക്യങ്ങളാണ് ഹെൽത്ത് സെക്രട്ടറിയുടെ ഓർഡറിൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന് അയച്ചിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എഴുതി അയച്ച കത്തിൽ പറയുന്നത്, എൻഡോസൾഫാൻ നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനി, മൾട്ടിനാഷണൽ കമ്പനിയുടെ ജനറൽ മാനേജറായ ഗണേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു യോഗം ചേരണം. മെഡിക്കൽ കോളേജിന്റെ ഭാരവാഹികൾ അന്ന് കാസർഗോഡ് ജില്ലക്കകത്ത് നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സന്ദർഭത്തിൽ
LDF ഗവൺമെന്റ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ വന്ന് പഠിച്ച് 2 മാസമെടുത്ത് കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ റിപ്പോർട്ടാക്കിയിട്ടുള്ള ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ഗണേഷ് എന്ന് പറയുന്ന ജനറൽ മാനേജറുമായി ഒന്നിച്ചിരുന്ന ഒരു യോഗം നടത്തണം. എന്നിട്ട് ആ യോഗം നടത്തുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗണേഷ് എന്ന് പറയുന്ന എൻഡോസൾഫാന് വേണ്ടി വാദിക്കുന്ന ഗണേഷിന്റെ അഭിപ്രായം ഈ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്ത് ഭേദഗതി വരുത്തുന്നതിൽ തടസ്സമുണ്ടോ എന്ന് അറിയിക്കണം. ഇതാണ് ഇംഗ്ലീഷിലുള്ള അതിന്റെ മലയാള അർത്ഥം. വല്ല ഭേദഗതി വരുത്തുന്നതിൽ ഗണേഷിന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഭേദഗതി വരുത്തുന്നതിൽ നിങ്ങൾക്ക് വല്ല തടസ്സവും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെൽത്ത് സെക്രട്ടറിയുടെ കത്ത്. മുൻ ആരോഗ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് ശ്രീ VM സുധീരൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തുള്ള ആളുകൾ മാത്രമല്ല, CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് സഖാവ് VS-ഉം PB മെമ്പർ സഖാവ് കോടിയേരിയും മാത്രമല്ല, ഇടതുപക്ഷത്തുള്ള ആളുകൾ മാത്രമല്ല, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞു, എൻഡോസൾഫാൻ ലോബിയുടെ കയ്യിൽ കളിക്കുകയാണോ എന്നാണ് ശ്രീ VM സുധീരൻ ചോദിച്ചത്. കേരള ഗവൺമെന്റും ആരോഗ്യവകുപ്പും എൻഡോസൾഫാൻ ലോബിയുടെ കയ്യിൽ കളിക്കുകയാണോ? ഇത് നിർഭാഗ്യകരമാണ്. ഇതിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ ഭാരവാഹി വിദഗ്ധ ഡോക്ടേഴ്സ് അവർക്ക് മാത്രമേ ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ളൂ. എൻഡോസൾഫാൻ ദുരന്തകാരിയാണെന്ന പഠന റിപ്പോർട്ട് തയ്യാറാക്കിയതാണോ ഇടതു സർക്കാർ ചെയ്ത കുറ്റം? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടലിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. ആഭ്യന്തരം തിരുവഞ്ചൂരിന് കൊടുത്ത മുഖ്യമന്ത്രി വകുപ്പ് ഇടതു കൈയിൽ നിന്ന് വലതു കൈയിലേക്ക് മാറ്റിയിട്ടേയുള്ളൂ. രണ്ടായാലും കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും ശ്രീമതി ആരോപിച്ചു. ഇക്കാര്യം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച വിവരവും ശ്രീമതി കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ റിമോട്ടാണ് മുസ്ലിം ലീഗ്. വർഗീയത കൈമുതലാക്കിയ ലീഗ് സർക്കാരിനെ വഴിവിട്ട നിലയിലേക്ക് നയിക്കുകയാണ്. ഇതിൽ മനം മടുത്തിട്ടാണ് ആര്യാടൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പലയിടത്തും ഭീകരവാദത്തിന്റെയും വർഗീയതയുടെയും പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുന്നു. RSSും ലീഗും വർഗീയതയുടെ പര്യമത്തിലെത്തി വിഷവിത്തുക്കളായി മാറിയിരിക്കുകയാണെന്നും ശ്രീമതി കുറ്റപ്പെടുത്തി. കാരണം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ചൂഷണം ചെയ്തും ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പിൻവലിക്കും എന്ന മട്ടിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോകുന്നത്. അധികാരത്തിന്റെ അപ്പക്കഷ്ണം ഓഹരി വെക്കുന്നതിൽ കാണിക്കുന്ന വെപ്രാളവും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചാം മന്ത്രി എന്ന് കുറേയായി 5-10 മാസം നമ്മൾ കേട്ടു. ഈ 5-ാം മന്ത്രി ആർക്കു വേണ്ടിയായിരുന്നു? ഈ 5-ാം മന്ത്രി എന്ന ഒരു മന്ത്രി ഇല്ലെങ്കിൽ കേരളത്തിൽ ആർക്കാണ് നഷ്ടം? ജനങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ജനങ്ങൾക്ക് നഷ്ടമോ ഗുണമുണ്ടോ? ജനങ്ങൾക്ക് 5-ാം മന്ത്രി ഉണ്ടായതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. ഒരു മന്ത്രിക്ക് ഒരു 40 പേരെ പേഴ്സണൽ, ഒരു 30-40 പേരെ പേഴ്സണൽ സ്റ്റാഫിൽ കുറെ ആളുകളെ കിട്ടി. ലീഗുകാരുടെ പ്രവർത്തകരെ കൊണ്ട് നിറക്കാം. മന്ത്രിക്ക് ഒരു മന്ത്രി പദവിയായി. അങ്ങനെ 10-22 മന്ത്രിമാർ, ഒരു മന്ത്രി പദവിയുള്ള ഒരാളും 5-ാം മന്ത്രിയും എല്ലാം കൂടി ആയപ്പോ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഏത് മന്ത്രിയാണ് ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുന്നത്?